ഡെവിൾസ് ലവ് രചന നന്ദന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇനി വിഷ്ണു പറഞ്ഞ പോലെ എനിക്ക് ഇവളോട് ആത്മാർത്ഥമായി പ്രണയം തോന്നുന്നുണ്ടോ? അവൻ മനസ്സിൽ ചിന്തിച്ചു. നോ, നെവർ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവൻ തന്നെ മറുപടിയും പറഞ്ഞു. മനസ്സിൽ സൂര്യനാരായണന്റെയും രാജേശ്വരിയുടെയും മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞതും അവന്റെ ഉള്ളിൽ മുട്ടിട്ട് അവളോടുള്ള കുഞ്ഞു പ്രണയം പോലും പകയാൽ മൂടപ്പെട്ടു. അവൻ തലയൊന്നു കുടഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം അവൾ മുഖമുയർത്തി അവനെ തന്നെ നോക്കുകയായിരുന്നു. എന്തുകൊണ്ടോ അവളുടെ കണ്ണിലേക്ക് നോക്കാനുള്ള ധൈര്യം ആ നിമിഷം അവളിൽ നിന്ന് ചോർന്നു പോയിരുന്നു. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. താൻ ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. കൂടിപ്പോയാൽ ഒരു 2 വീക്സ് കൂടെ സമയം തരും. അതിനുള്ളിൽ എനിക്ക് കൃത്യമായ മറുപടി കിട്ടണം. തനിക്കിതിന് സമ്മതമല്ലെങ്കിൽ വാങ്ങിച്ച പണം തിരികെ തന്നിട്ട് തനിക്ക് അഗ്രിമെന്റ് ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻ താൻ തയ്യാറാവണം. അത് എത്രയും പെട്ടെന്ന്. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അതറിയാവുന്ന പോലെ അവൻ ആ നിമിഷം തിരിഞ്ഞിന്ന് കളഞ്ഞു. എന്തായാലും ഒരു കാര്യം ഞാൻ തനിക്ക് ഉറപ്പുവരാം. ഇനി ഒരിക്കൽ പോലും അനുവാദമില്ലാതെ തന്റെ ദേഹത്തോടാനോ തന്നെ ബലമായി കീഴ്പ്പെടുത്താനോ ഞാൻ ശ്രമിക്കില്ല. അത് ഈ ദത്തന്റെ വാക്കാണ്. അവളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടന്നു. അപ്പോഴും അവൻ പറഞ്ഞ വാക്കുകളുടെ പ്രഹരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു തനു. 2 ആഴ്ചകൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി. നാളെയാണ് ദത്തിന് മറുപടി കൊടുക്കേണ്ട അവസാന തീയതി. ഈ 2 ആഴ്ചക്കിടയിൽ അവൻ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ഒന്നും തന്നെ അവളോട് സംസാരിച്ചിരുന്നില്ല. അത് അവൾക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഓരോന്ന് ഓർത്തുകൊണ്ട് അവൾ എപ്പോഴോ നിദ്രയെ കൂട്ടുപിടിച്ചു. പിറ്റേന്ന് അലാമിന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. നിലത്ത് വെച്ചിരുന്ന ഫോൺ എടുത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞു അവളുടെ കണ്ണുകൾ നേരെ നീണ്ടത് കട്ടിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ദത്തിന് നേരെയാണ്. ഇന്നാണ് ദത്തിനോട് തന്റെ തീരുമാനം പറയേണ്ട ദിവസം. അതാലോചിച്ചതും ഒരു നിമിഷം അവളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞു പോയി. എന്തു പറയും താൻ? ഇപ്പോഴും തനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് താൻ? താല്പര്യമില്ലാതെ അയാളുടെ മുന്നിൽ കിടന്നു കൊടുക്കുന്നു, അയാൾ ബലമായി പ്രാപിക്കുന്നു, എല്ലാം ഒരുപോലെ തന്നെയല്ലേ? അവൾ അവളോട് തന്നെ ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അല്പസമയം കൂടെ അങ്ങനെ ഇരുന്ന ശേഷം അവൾ പതിയെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. അവൾ പോയി കഴിഞ്ഞതും അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന ദത്തൻ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. ആ നിമിഷം എന്തിനോ വേണ്ടി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അല്പസമയത്തിന് ശേഷം വാഷ്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ദത്തന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു. ഒരു നിമിഷം അവിടെ കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ വിടർന്നു. ഹൃദയതാളം മുറുകി. കുളി കഴിഞ്ഞ് അലസമായി ചുറ്റിയ സാരിയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന തനു. തലയിൽ ഒരു വെള്ള തോർത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. കഴുത്തിലും അലസമായി ചുറ്റിയ സാരിക്കിടയിലൂടെ കാണുന്ന അണിവയറിലുമൊക്കെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അവൻ കണ്ണെടുക്കാതെ അവൾ തന്നെ നോയിക്കൊണ്ട് കിടന്നു. സാരിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ തനു നേരെ നോക്കിയത് തന്നിൽ തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് കിടക്കുന്ന ദത്തന്റെ മുഖത്തേക്കാണ്. ഒരു നിമിഷം അവന്റെ നോട്ടത്തിൽ അവളൊന്ന് പതിരിപ്പോയെങ്കിലും അവന്റെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്ന് അവന്റെ ശബ്ദം കേട്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി. തനുശ്രീ! അവൻ എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ വിളിച്ചു കേട്ട് അവൾ നിർവികാരതയോടെ തിരിഞ്ഞു നോക്കി. ഈവനിങ് റെഡിയായി നിൽക്കണം, നമുക്കിവിടെ വരെ പോകാനുണ്ട്. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും പാക്ക് ചെയ്തെടുത്തോളൂ. ഈവനിങ് റെഡിയായി നിൽക്കണം, നമുക്കിടം വരെ പോകാനുണ്ട്. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും പാക്ക് ചെയ്തെടുത്തോളൂ. ആർദ്രമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. എങ്ങോട്ടേക്കാണെന്ന് അവനോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവന്റെ നോട്ടത്തിൽ അവൾ ആ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അവൾ പോയി കഴിഞ്ഞതും അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. ഒപ്പം എന്തിനെന്നറിയാതെയുള്ള ഒരു ഭയം. അവൻ കട്ടിലിന്റെ അഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കെ അടച്ചു. അതേസമയം അവന്റെ മനസ്സിൽ താൻ കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ കാണാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കടന്നു വന്നു. ക്യാബിന്റെ ഡോർ നോക്ക് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറിയതും തന്നെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് അവൻ സൈഡിലായിട്ടിരുന്ന സോഫയിൽ പോയിരുന്നു. താൻ അങ്ങനെ വിഷ്ണുവിന്റെ ക്യാബിലേക്ക് അധികവും വരാറില്ല. പലപ്പോഴും അവനാണ് തന്നെ ക്യാബിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ യാതൊരു ആവശ്യമില്ലാതെ ദത്തൻ ഇങ്ങോട്ട് വന്നതിന്റെ പകപ്പാണ് കക്ഷിക്ക്. അതാണ് അവന്റെ അത്ഭുതത്തോടെയുള്ള നോട്ടത്തിന്റെ അർത്ഥം. അത് മനസ്സിലായതുപോലെ ദത്തനൊന്ന് ചിരിച്ചു. എന്താണ് മനക്കിലെ ദേവദത്തൻ തമ്പുരാനൊരു പുഞ്ചിരിയൊക്കെ? അവന്റെ മുഖത്ത് ചിരിയേണ്ടതും വിഷ്ണു കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, നിന്റെ മുഖത്ത് ഈ അന്താളിപ്പണ്ട് ചിരിച്ചു പോയതാ. അവൻ അതേ ചിരിയോടെ തന്നെ മറുപടിയും പറഞ്ഞു. പിന്നെ ഇന്ന് വരെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനല്ലാതെ ഈ ഡോറ് കടന്ന് ഇങ്ങോട്ട് വരാത്ത നീ ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടുവന്ന് ഈ സെറ്റിലേക്ക് തലകുത്തി വീഴുമ്പോ ആരായാലും അന്തം വിട്ടു പോയില്ലേ? അവൻ ദത്തനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിപ്പോഴും ഞാൻ വെറുതെ വന്നാണ് നിന്നോട് ആരോ പറഞ്ഞു. ദത്തൻ പറഞ്ഞു. വിഷ്ണു അവനെ സംശയത്തോടെ നോക്കി. ഓ, അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ? ഇന്നും എന്റെ പെങ്ങളോച്ച് നിന്റെ തലയടിച്ച് പൊട്ടിച്ചോ? അവനൊരു ആക്കി ചിരിയോടെ പറഞ്ഞു. ദത്തൻ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ശേഷം അവളായിട്ട് നടന്ന സംഭാഷണം മുഴുവൻ അവൻ വിഷ്ണുവിനോട് തുറന്നു പറഞ്ഞു.
നിനക്കിതെന്താ ദത്ത? നിനക്ക് ഈ കിട്ടിയൊന്നും പോരെ? വീണ്ടും നീ അവളോട് അതും പറഞ്ഞുകൊണ്ട് തന്നെ ചെല്ലുവാണോ? എല്ലാം കേട്ട് കഴിഞ്ഞു വിഷ്ണു അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് ഞാൻ അവൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അവൾ വാങ്ങിയ കാശും തിരികെ തന്നു പോയിക്കോട്ടെ. അവൻ വിഷ്ണുവിനെ നോക്കി നിസ്സാരമായി പറഞ്ഞു. അതിന് അവളുടെ കയ്യിൽ നിന്ന് എവിടുന്നാണ് അത്രയും പണം? നീ കൊടുത്ത പണം കൊണ്ടല്ലേ ആ നിധി കൊച്ചിന്റെ ഓപ്പറേഷൻ നടത്തിയത്? അതൊക്കെ ഞാൻ അറിയുന്നതിനാ. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവളുടെ കയ്യിൽ പണം കൊടുത്തു. എൻ്റെ ആ ആവശ്യം നിറവേറ്റി തരാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ വാങ്ങിയ പണം തിരികെ തരേണ്ട ഉത്തരവാദിത്തം അവൾക്കുണ്ട്. ആ പണം തിരികെ തന്നിട്ട് അവൾ പോയിക്കോട്ടെ. അതിനവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൾ എൻ്റെ ആവശ്യം നിറവേറ്റി തരിക തന്നെ വേണം. അത് ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദത്തൻ പറഞ്ഞു കേട്ട് വിഷ്ണു ഒരു അല്പസമയമൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ശേഷം എന്തോർത്ത പോലെ അവൻ നോക്കി പതിയെ തലയാട്ടിക്കൊണ്ട് അവന്റെ അരികിലേക്ക് വന്നിരുന്നു. സത്യം പറയും ദത്ത, എന്താ നിന്റെ ഉദ്ദേശം? അന്ന് നീ എന്നോട് പറഞ്ഞു അവളെ കാണുമ്പോൾ നിന്റെ നെഞ്ചിൽ പേർന്നു എന്നും അവളുടെ കണ്ണുനീര് കാണുമ്പോൾ നിന്റെ നെഞ്ചിൽ സഹിക്കാൻ കഴിയാത്ത വേദന തോന്നുന്നു എന്നൊക്കെ. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു നിനക്ക് അവളോട് തോന്നുന്ന വികാരം പ്രണയാണെന്ന്. എന്നാൽ നീ അന്ന് അതിനെ ശക്തമായിട്ട് എതിർത്തു. നിനക്ക് അവളോട് പക മാത്രമേ ഉള്ളൂ നീ വാദിച്ചു. പക്ഷെ അതിനുശേഷം കുറച്ച് നാളുകളായിട്ട് ഞാൻ കാണുന്ന നിനക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിന്റെ കണ്ണുകൾ തിളങ്ങുന്നു, നെഞ്ചിരി പേർന്നു, അറിയാതെ തന്നെ നിന്റെ ചുണ്ടുകൾ വിടരുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇനി നീ പറയുന്നുണ്ടോ നിനക്ക് അവളോട് പ്രണയില്ലെന്ന്? ഇപ്പോഴും പ്രതികാരം മാത്രമേ ഉള്ളൂ എന്ന്? അവൻ പതിവിലും ഗൗരവത്തോടെ ചോദിച്ചു. ദത്തൻ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അറിയില്ല വിഷ്ണു, ഇപ്പോഴും എനിക്കറിയില്ല എനിക്ക് അവളോട് തോന്നുന്ന പ്രണയാണോ എന്ന്. അത് പ്രണയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ചിറ്റിയുടെ മുഖ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. അതോടൊപ്പം എൻ്റെ കുഞ്ഞമ്മാവിൻ്റെ അപ്പച്ചിയുടെ ഒക്കെ കണ്ണുനീരും. ആ നിമിഷം അവളോട് തോന്നുന്ന പ്രണയം പകയായിട്ട് മാറും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണു? അവരുടെ കണ്ണുനീരും വേദനയ്ക്ക് ഓർക്കുമ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കും? ദത്ത നിസ്സഹായതയോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതിനുള്ള മറുപടി ഞാൻ ആദ്യം മുതലേ തന്നെ നിന്നോട് പറയുന്ന, ആരെങ്കിലും ചെയ്ത തെറ്റിനെ അവൾ ശിക്ഷിക്കരുത്. അവളുടെ ചിറ്റ തെറ്റിയത സമയം അവൾ ജനിച്ചിട്ട് പോലും ഇല്ലടാ. പിന്നെ ആ പാവത്തിന് എന്തിനാ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വിഷ്ണു ദയനീയതയോടെ ചോദിച്ചു. അറിയില്ലടാ, നീ പറയുന്നതൊക്കെ സത്യം തന്നെയാ. അതൊക്കെ ആലോചിക്കുമ്പോൾ അവളെ തിരികെ പറഞ്ഞിടാൻ തോന്നും. പക്ഷേ എന്തോ എനിക്കതിന് കഴിയുന്നില്ല. എൻ്റെ കുഞ്ഞ് അവളിലൂടെ ജന്മെടുക്കണമെന്ന് മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ അവളെ അങ്ങ് വിട്ടുകളെ എനിക്ക് മനസ്സ് വരുന്നില്ലടാ. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പുവരാം, ഇനി ഒരിക്കലും അവളുടെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്ത് ഞാനൊന്നും തൊടുക പോലും ഇല്ല. ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ആ സെറ്റിലേക്ക് ചാരിക്കണം. വിഷ്ണുവിന്റെ മുഖത്ത് ഒരു തെളിഞ്ഞ പുഞ്ചിരി നിറഞ്ഞു. നീ ഒരു കാര്യം ചെയ്തെത്താ, അവളെ കൊണ്ടൊരു യാത്ര പോകും. എന്നിട്ട് അവളോട് മനസ്സോർന്ന് സംസാരിക്കുക. നീ ചെയ്തിട്ടിന് അവളോട് മാപ്പ് പറഞ്ഞെങ്കിലും അവളത് എത്രത്തോളം ക്ഷമിച്ചെന്നറിയില്ല. ലോകത്ത് ഒരു പെണ്ണിന് മറക്കാനും ക്ഷമിക്കാനും കഴിയുന്ന കാര്യമല്ല അത്. ദത്തിനെ നോക്കി അവൻ മുറുകിയ മുഖത്തോടെ പറഞ്ഞു. അവന് തലകുനിഞ്ഞു. ആ എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ. എന്നിട്ട് അവളുടെ മനസ്സുകൂടി അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക. നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 10 ലക്ഷം രൂപയുടെ പേര് പറഞ്ഞ് അവളെ ഒന്നിനും നീ നിർബന്ധിക്കരുത്. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾ സമ്മതിക്കും, ഇല്ലെങ്കിൽ അവൾ അവിടെ വഴിക്ക് വിട്ടേക്ക്. വിഷ്ണു പറഞ്ഞു. ദത്തൻ അവനെ നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ അവന്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഓർമ്മയിൽ നിന്നും തിരികെ വന്ന മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നറിയാം, പ്രണയം കൊണ്ടാണെങ്കിലും പ്രതികാരത്തിനായാലും നിന്നെ എനിക്ക് വേണം ധനുശ്രീ. എന്നിൽ നിന്നൊരു മോചനം എനിക്കിനി ഉണ്ടാവില്ല. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തലയിണയിൽ മുഖമമർത്തി കിടന്നു. റൂമിൽ വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു തനു. ദത്തൻ അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഓർക്കുന്തോറും അവൾക്കാകെ പേടി തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ തന്നെ ഇനി ഉപദ്രവിക്കില്ലെന്ന വാക്ക് പറഞ്ഞാൽ ആശ്വാസമുണ്ട്. എങ്കിലും എവിടേക്കോ ഒരു ഭയം. എവിടേക്കായിരിക്കും അയാൾ തന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്? 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി തന്നെ 2 ദിവസത്തേക്ക് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായിരിക്കുമോ? അതോർത്തപ്പോൾ ആൾക്ക് ചെറിയ ആശ്വാസം തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു. ഏയ്, അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നെ ദ്രോഹിച്ച് ചിറ്റയുള്ള പ്രതികാരം തീർക്കാൻ നടക്കുന്ന ആള് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. അത് ചിറ്റയ്ക്കും എനിക്ക് ഒരുപോലെ സന്തോഷം നൽകുന്ന അയാൾക്കറിയാം. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുത്തിടുന്ന ചെയറിലേക്ക് ഇരുന്നു. ചിറ്റ. ആളുടെ മനസ്സിലേക്ക് രേവതിയുടെ മുഖം തെളിഞ്ഞു. നെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി. എന്തിനാ ചിറ്റ അങ്ങനെയൊക്കെ ചെയ്ത്? ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ചിറ്റ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ചിറ്റയുടെ മൗനം എന്നെ തളർത്തുന്നു. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ചിറ്റ ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ആൾ കണ്ണുകൾ മുറുക്കി അടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്ന് മുറിയിലേക്ക് കയറി വരുന്ന ദത്തനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. അവളുടെ വെപ്രാളം പിടിച്ച പോലുള്ള പ്രവൃത്തി കണ്ടതും അവൻ നെറ്റിയൊളിച്ചുകൊണ്ട് സംശയത്തോടെ അവളെ നോക്കി. വാട്ട്? അവൻ ചോദിച്ചു കേട്ട് അവൾ ഒന്നുമില്ലെന്ന രീതിയിൽ ചുമല് നോക്കി. പിന്നെന്താ നിന്റെ മുഖത്താകെ ഒരു വെപ്രാളവും പരവേശവും? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ പെട്ടെന്ന് കൈപൊക്കി കഴുത്തിലെയും മുഖത്തെയും വിയർപ്പ് തുടച്ചു. ചിറ്റയെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചിരുന്ന് ഉറങ്ങിപ്പോയതാ. സമയം പോയത് അറിഞ്ഞില്ല. അവൾ ഓർത്തുകൊണ്ട് അവനെ നോക്കി. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന് അങ്ങനെ മയങ്ങിപ്പോയി. പെട്ടെന്ന് കയറി വന്നപ്പോൾ ബാക്കി പറയാതെ അവൾ മുഖം കുനിച്ചു.
അവരൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ ഫോണും ലാപ്ടോപ്പും ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. കയ്യിലെ ടൈം ബാൻഡ് സ്പെക്സ് കൂടി അഴിച്ച് ടേബിളിലേക്ക് വെച്ച ശേഷം അവൻ വാഷ്റൂമിലേക്ക് കയറി. അവനകത്തേക്ക് കയറി വാഷ്റൂമിന്റെ ഡോറടഞ്ഞു. ആളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെയറിലേക്ക് തന്നെ ഇരുന്നു. എവിടെയോ പോകണമെന്ന് രാവിലെ പറഞ്ഞ കാര്യം മറന്നുപോയിട്ടുണ്ടാവുമോ? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഈശ്വര, മറന്നുപോയാൽ മതിയായിരുന്നു. ആൾ കൈകൂപ്പി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞതും ഫ്രഷായി ദത്തൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനെ കണ്ടതും അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എനിക്കൊരു കോഫി വേണം, അവൻ പറഞ്ഞു കേട്ട് ആൾ തിരിഞ്ഞു നോക്കി. ശേഷം തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ആൾ പോകുന്ന നോക്കി അവന്റെ ചുണ്ടിൽ എന്തിനെന്നറിയാതെ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. കിച്ചണിൽ ചെന്ന് കോഫി ആക്കുമ്പോഴും തനുവിന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്നാലും പോകുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പൊ മറന്നുപോയിട്ടുണ്ടാവും. ആൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കോഫിയാക്കി ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. ശേഷം അതുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. വാതിൽ തുറന്നകത്തേക്ക് കയറിയതും ഫോണിൽ ആരോടോ സംസാരിച്ചു നിൽക്കുന്ന ദത്തൻ തിരിഞ്ഞു നോക്കി. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. ഫോണിലൂടെ പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്തു. ശേഷം അവിടെ അരികിലേക്ക് വന്ന് കോഫി വാങ്ങി ചുണ്ടോട് ചേർത്തു. രാവിലെ ഞാൻ പറഞ്ഞ കാര്യം എല്ലാം തയ്യാറാക്കിയോ? അവൻ കോഫി കുടിച്ചു കഴിഞ്ഞ് കപ്പ് വാങ്ങി തിരികെ നടക്കാൻ തുടങ്ങിയ തനു പിന്നിൽ നിന്നുള്ള അവന്റെ ചോദ്യം കേട്ടൊന്ന് പകച്ചുപോയി. അത് ഞാൻ ആൾ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. എന്ത് ഞാൻ? രാവിലെ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് നമുക്കൊരു യാത്ര ഉണ്ടെന്ന് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരികെ വരുള്ളൂ. അതുകൊണ്ട് എല്ലാം തയ്യാറാക്കി നിൽക്കണമെന്നു. എന്നിട്ട് ഇതുവരെ തന്നെ പാക്കിംഗ് ഒന്നും കഴിഞ്ഞില്ലേ? അവൻ പറഞ്ഞിട്ട് അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. ഇനിയൊന്നും സമയം കൂട്ടണ്ട, പോയി പെട്ടെന്ന് റെഡിയാവും. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. പറഞ്ഞു കേട്ടില്ലേ? അവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അവൾ ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ആൾ പോയതും അവനൊരു പുഞ്ചിരിയോടെ കബോർഡിന് മുകളിൽ നിന്ന് ട്രോളി ബാഗ് വലിച്ചെടുത്ത് അതിലേക്ക് അവർക്ക് 2 പേർക്ക് ആവശ്യമായ തിങ്സ് ഒക്കെയും എടുത്തു വെച്ച് പാക്ക് ചെയ്തു. ശേഷം അവനൊരു ജീൻസും ഷർട്ട് ഇട്ടുകൊണ്ട് റെഡിയായി. അല്പസമയം കഴിഞ്ഞ് റെഡിയായി വന്ന തനു കട്ടിലിരിക്കുന്ന ട്രോളി ബാഗ് കണ്ട് സോഫയിലിരിക്കുന്ന അവനെയൊന്ന് പാളി നോക്കി. ശേഷം കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിന്നുകൊണ്ട് മുടിയൊന്ന് കോതിയൊതുക്കി കെട്ടി പൗഡറും പൊട്ടും തൊട്ട ശേഷം പതിയെ അവന്റെ നേരെ തിരിഞ്ഞു. അത് നമ്മള് പോവാം. അവൻ അവളോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയതും അവന്റെ ഗാംഭീര്യമായ ശബ്ദം കേട്ട് അവൾ അറിയാത്ത അരവിൽക്കിപ്പോയി. വാ, അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ട്രോളി ബാഗും വലിച്ച് താഴേക്ക് ഇറങ്ങി. പടികളിറങ്ങി താഴെ എത്തുമ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുന്ന രാജശേഖരനെയും ശ്രീദേവിയെയും രാജേശ്വരിയെ അവർ കാണുന്നു. നീ ഇതെവിടേക്കാ ദത്ത? അവന്റെ കയ്യിലിരിക്കുന്ന ട്രോളി ബാഗിലേക്ക് നോക്കിക്കൊണ്ട് രാജശേഖരൻ അവനോടായി ചോദിച്ചു. അത് ഞങ്ങൾക്കൊരു യാത്രയുണ്ട് അച്ഛാ. യാത്രയോ? എവിടേക്ക്? ഞങ്ങളെന്ന് പറഞ്ഞ് ഇവളും വരുന്നുണ്ട് നിന്റെ കൂടെ? തനുവിനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ശ്രീദേവി ദത്തിന്റെ അരികിലേക്ക് വന്ന് അവനോടായി ചോദിച്ചു. രാജശേഖരനും രാജേശ്വരിയും അവരുടെ ഒപ്പം എഴുന്നേറ്റ് വന്നിരുന്നു. അതിന് മറുപടിയായി അവനൊന്ന് മൂളിയതേയുള്ളൂ. ഇവളെ പോലെ ഒരുത്തിയും കൊണ്ട് നാട് വിറ്റാൻ നിനക്കെന്താ ഭ്രാന്താണോ ദത്ത? ദത്തിന്റെ ആ തീരുമാനത്തോട് ആർക്കും വല്ല ആ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. തനുവിനെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത അവരുടെ മനസ്സ് അതിനെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. തനുവിന്റെ മുഖം വാടി, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എവിടെയും അപമാനം തന്നെ, അതും യാതൊരു തെറ്റും ചെയ്യാതെ. അവളത് ഓർത്തുകൊണ്ട് തലകുനിച്ച് നിന്നു. ഏടത്തി, തനു അവന്റെ ഭാര്യയാണ്. സ്വന്തം ഭാര്യയും കൊണ്ടല്ല പിന്നെ വേറെ ആരുടെ കൂടിയാ അവൻ നാട് വിറ്റാൻ പോകേണ്ടത്? തനുവിനെ കുറ്റപ്പെടുത്തി ഇഷ്ടമാവാതെ രാജേശ്വരി ശ്രീദേവി നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. ഓ, അല്ലെങ്കിൽ ഇവളെ പറഞ്ഞാൽ നിനക്ക് സഹിക്കില്ലല്ലോ. വന്നേരും ഉടനെ എന്റെ കുഞ്ഞിനെ പോലും ആയിട്ടിർത്താൻ പാകത്തിന് ഇവള് നിന്നെ വശത്താക്കി വെച്ചിരിക്കുകയല്ലേ? ശ്രീദേവി പുച്ഛത്തോടെ പറഞ്ഞു. രാജേശ്വരിയുടെ കണ്ണുകൾ ഒരു വേള ദത്തലിനും തനുവിലും മാറി മാറി പതിഞ്ഞു. അങ്ങനെ ഞാനിവനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. രാജേശ്വരി ദത്തനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ശ്രീദേവിയോടായി പറഞ്ഞു. അവന് തലകുനിഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ഞാൻ ഇവളോടൊപ്പം അയക്കില്ല രാജി. പോകുന്ന പോക്കിന് ഇവളെന്റെ കുഞ്ഞിനെ കഴുത്തിരിച്ച് കൊല്ലില്ലെന്ന് ആർക്കറിയാം? അതാണല്ലോ ഇവളുടെ പാരമ്പര്യം. ക്രൂരമായ വാക്കുകളാൽ ശ്രീദേവി തനുവിനെ കുറ്റപ്പെടുത്തിയതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവരെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ദയനീയമായി രാജേശ്വരിയെ നോക്കി. രാജേശ്വരി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ കണ്ണുകളിൽ മാറി മാറി വരുന്ന ഭാവേന്ദ്രൻ നിറഞ്ഞു തനുവിന്റെ മുഖം കെടുത്തു. അമ്മ, ഞാൻ പറഞ്ഞിട്ട് തനുശ്രീ എന്റെ കൂടെ വരുന്നു. ഇതെന്റെ തീരുമാനമാണ്. തനുവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ദത്തൻ അവളുടെ മാറി വരുന്ന ഭാവങ്ങൾ കണ്ടതും പെട്ടെന്ന് ശ്രീദേവിയോടായി പറഞ്ഞു. അത് നടക്കില്ലെന്നാ ദത്ത ഞാൻ പറഞ്ഞു. ഇവളെ പോലെ ഒരുത്തിയുടെ കൂടെ നിന്നെ ഞാൻ വിടില്ല. ഒരിക്കലും ഇവിടെ ആന്റി കാരണം എന്റെ ഒരേ ഒരു ഏട്ടനെയാ എനിക്ക് നഷ്ടമായത്. അദ്ദേഹം ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയില്ല. അവളുടെ ചോരയല്ലേ ഇവളും. ചോര ഗുണം കാണിക്കാതിരിക്കില്ല. ഇവള് കാരണം നിന്റെ ജീവിതവും നശിച്ചു. ഇനി നിന്റെ ജീവൻ കൂടി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ആറ് വർദ്ധിച്ച പകയോടെ തനുവിനെ നോക്കിക്കൊണ്ട് ദത്തനോടായി പറഞ്ഞു. തനു നിമിഷമായിട്ട് മുന്നിലേക്ക് കയറി നിന്നു. അങ്ങനെ ചോര ഗുണം കാണിക്കാനാണെങ്കിൽ ഈ നിൽക്കുന്ന മനക്കിലെ ദേവതത്തിന് ആരുടെ ചോര ഗുണ എന്നോട് കാണിച്ച്? ആരോടൊക്കെയുള്ള ദേഷ്യത്തിന്റെ പേരിൽ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളാ ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ എന്നോട് കാണിച്ചു കൂട്ടിയത്. അതിനൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തേണ്ടത്? വളർത്തുദോഷത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളെയോ, അതോ ജന്മം നൽകിയതിന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിനെയോ? ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പാരമ്പര്യ ഗുണമാണോ?
എന്നെ കുറിച്ച് ഇത്രയും മോശമായി സംസാരിച്ച നിങ്ങൾ തന്നെ ഇതിനുള്ള മറുപടി എനിക്ക് തരണം. തനുവിന്റെ ഉറച്ച വാക്കുകൾക്ക് മുമ്പിൽ ഒരു നിമിഷം എന്ത് മറുപടി അറിയാതെ ശ്രീദേവി പകച്ചെന്ന് പോയി. ഒരു മാത്രമല്ല, ഒരു നിമിഷം തനുവിന്റെ ആ വാക്കുകൾ മറ്റുള്ളവരും പകപ്പോടെയാണ് കേട്ടു നിന്നത്. തനുശ്രീ! ദത്തന്റെ ഉയർന്ന ശബ്ദം ആ 4 ചുമരുകളിൽ തട്ടി തനുവിന്റെ കാതിൽ അലയടിച്ച്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.